വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ നല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വെള്ളം ഇന്നെന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ നാട് പാലക്കാടാണ്, അച്ഛൻ്റെ നാട് എറണാകുളത്താണ്. അപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും മലയാളം സംസാരിക്കണമെങ്കിലും പക്ഷെ ചില സ്ഥലത്തൊക്കെ അവരവരുടെ ഭാഷ ഉണ്ടാവും. അപ്പം അമ്മയുടെ നാട് പാലക്കാടാണ്. അപ്പോൾ എനിക്ക് ആ പാലക്കാടൻ ഭാഷ അറിയില്ല. അപ്പോൾ അത് എങ്ങനെ പറയണേന്ന് നമുക്ക് അമ്മയുടെ തന്നെ പോയി ചോദിക്കാം. അമ്മയുണ്ട്. അമ്മയല്ലേ പറഞ്ഞേ പാലക്കാടൻ ഭാഷയുടെ എങ്ങനെ ചില വേർഡ്സ് ഒക്കെ എങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞുതരാൻ തോന്നില്ലേ? പിന്നെന്താ പറഞ്ഞുതരാലോ. പാലക്കാടൻ ഭാഷ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള ഭാഷയല്ലേ. പക്ഷെ പലപ്പോഴും കിച്ചുവിന് പാലക്കാട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാം ചില വാക്കുകളൊന്നും അവനെ മനസ്സിലാവില്ല പാലക്കാട്. എൻ്റെ വീട്ടിൽ പക്ക പാലക്കാടൻ ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വാക്കുകളും ചിലപ്പോൾ ഇവനെ മനസ്സിലാവാതെ വരാറുണ്ട്. അപ്പോൾ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് അത് എങ്ങനെയാണ് സംസാരിക്കണം എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. അപ്പം പാലക്കാടൻ ഭാഷയും നമ്മുടെ എറണാകുളത്ത് പറയുന്ന ഭാഷയും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചോദിക്കാച്ചു, നിനക്ക് പാലക്കാട് പോയിട്ടില്ലേ? നീ പാലക്കാട് പോയിട്ട് ആദ്യം എപ്പോഴും കേൾക്കുന്ന വാക്ക്, നമ്മളിവിടെ എറണാകുളത്ത് ഉപയോഗിക്കാതെ പാലക്കാട് ഉപയോഗിക്കുന്ന വാക്ക് ഏതാ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കണേ? അറിയാം, ഇവിടെ നമ്മൾ മോനേന്ന് വിളിക്കും. നോർമൽ എറണാകുളത്ത് മോളേന്ന് വിളിക്കും. പക്ഷെ പാലക്കാട് എന്താ വിളിക്കുന്നറിയോ? എന്താ വിളിക്കുക? ഡാ കുഞ്ചാ, ഡാ ഉണ്ണി. കുട്ടികളുടെ വീട്ടിൽ കുട്ടികളെ വിളിക്കുന്നത് ഡാ ഉണ്ണി, ഡാ കുഞ്ചാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ വിളിക്കുന്നതാണ് ഡാ കുഞ്ചാ, ഡാ ഉണ്ണി എന്നുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല വാക്കുകളും. പക്ഷേ നമ്മൾ പോയിട്ട് വരാമെന്ന് പറയില്ലേ? അതെങ്ങനെ എറണാകുളത്ത് നോർമലി നമ്മൾ എങ്ങനെ പോയിട്ട് വരാം. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വരാമെന്ന് പറയും. പക്ഷെ പാലക്കാട് എന്താ പറയാ? പോയിട്ട് വരാ ടോളിങ്. ഒരു ടോളിങ് വരും. ഞങ്ങൾ പാലക്കാട്ടുകാരുണ്ടല്ലോ. അപ്പം നമ്മൾ പാലക്കാട്ടുകാർ എന്ത് പറയുമ്പോഴും ഈ ടോളിങ് എന്നൊരു സൗണ്ട് വരും. അത് ടോൾ അതല്ല. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ പോയിട്ട് വരാ ടോളിങ്, വെരി ടോളിങ് അങ്ങനെ പറയും. അതായത് വരണോട്ടോ അല്ലെങ്കിൽ പോണോട്ടോ. അത് അങ്ങനത്തെ ഒരു വരും. അത് പോയിട്ട് വരാ ടോളിങ്, വരണോ ടോളിങ്. ഇനി പോവുകയാണോ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? അങ്ങനെയാണോ ചോദിക്കുക? അങ്ങനെയാണോ ചോദിക്കുക? അത്രയ്ക്കും ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള മലയാളത്തിലൊന്നും അല്ല എറണാകുളത്ത് പറയാ. നീ പോവാണോ? പോണേണോ? നീ പോവാണോ? അങ്ങനെയൊക്കെ ചോദിക്കുക. നമ്മൾ പാലക്കാട്ടാണെങ്കിൽ നിങ്ങൾ പോവുകയാണ് എന്ന് ഞങ്ങൾ ചോദിക്കുള്ളൂ കേട്ടോ പാലക്കാടുള്ളവർ. അപ്പം അങ്ങനെ ഓരോ വാക്കിനും ഓരോ സ്റ്റൈലാണ് ഞങ്ങൾ പാലക്കാട്ട് സംസാരിക്കുക കേട്ടോ. അതുപോലെ കിച്ചു, വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കണ കുഞ്ഞു പ്ലേറ്റിൽ നമുക്ക് കറിയൊക്കെ ഒഴിക്കണ പ്ലേറ്റില്ലേ, കുഞ്ഞു പ്ലേറ്റ്. എൻ്റെ ഉണ്ട് ഒരു പ്ലേറ്റ്. ഇത് വേണ്ട, ഇതുപോലത്തെ കുഞ്ഞു പ്ലേറ്റ്. നമ്മൾ കറിയൊക്കെ ഒഴിക്കണ കുഞ്ഞു പ്ലേറ്റിന് എന്താ പറയാന്നറിയോ? പാലക്കാട് എന്താ പറയാന്നറിയോ? അറിയോ? കുഞ്ചിക്കിണ്ണം. കുഞ്ചിക്കിണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ കറി ഒഴിക്കണ ചെറിയ പാത്രത്തിനാണ് പറയുക കേട്ടോ. അതുപോലെ നമ്മൾ കറി എടുക്കണ കയ്യിലുണ്ടല്ലോ, കയ്യിൽ അതിനെന്താ പറയാന്നറിയോ? അത് കുഞ്ഞി കുഞ്ഞിന്നാണ്. അവിടെ അങ്ങനെ വിളിക്കുക. പങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അവനിങ്ങനെ ഒളിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതുപോലെ അത് കുഞ്ചിക്കണം, അതായത് ചെറിയ കിണ്ണെന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അതുപോലെ നമ്മൾ കറിയൊക്കെ ഇളക്കണ കയ്യിൽ അതിനെന്താന്ന് പറയാ? കരണ്ടി എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ വരണമായിട്ടുണ്ടാവും അല്ലേ? കരണ്ടി എടുക്കുക. അതായത് കൂട്ടാൻ കരണ്ടി വീണ്ടും തോന്നുന്നു. കൂട്ടാൻ കരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയിൽ എടുക്കണ കരണ്ടി എന്നാണ് അതിനർത്ഥം. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. നിനക്ക് ഏത് വാക്കൊക്കെ അറിയാണ്ടേ പറയാം. അങ്ങനെ എല്ലാം ഇവിടുത്തെ ഭയങ്കര വ്യത്യാസമാണ്. അതുപോലെ തന്നെ വേറെ വാക്കുണ്ട് കിച്ചു, നമ്മളിവിടെ പറയില്ലേ നിറയെ കുറേ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ വരുന്ന പറയാ. തൊങ്ങനെയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് തൊങ്ങനെ വേണം കേട്ടോ. എനിക്ക് തൊങ്ങനെ കൊടുക്കണ്ട. അതായത് തൊങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ് പാലക്കാട് വരിക. പിന്നെ അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കണത് അല്ലേ, അതെന്നറിയോ കുണ്ടാമണ്ടി. എന്താ നീ കുണ്ടാമണ്ടി കാണിക്കുന്നേട്ടാ കുഞ്ചാ എന്തെനിക്കെന്നറിയോ, നീ പ്രശ്നം ഉണ്ടാക്കണ്ടേട്ടാ കുഞ്ചാ, അതായത് നീ കുണ്ടാമണ്ടി കാണിക്കണ്ടാണ്. അതുപോലെ പിന്നെ സംസാരിക്കുക, നമ്മളിങ്ങനെ സംസാരിക്കില്ലേ, അപ്പം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ടോപ്പിക്കൊക്കെ മാറിപ്പോകുമ്പോൾ എന്താ പറയുക, നീ കൂട്ടം മാറ്റണ്ട. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് സംസാരിച്ച് പോവുകയാണെങ്കിൽ പറയണ ഭാഷയാണ് നീ കൂട്ടം മാറ്റി സംസാരിക്കണ്ടേട്ടാ. കൂട്ടുകറിയല്ല, കൂട്ടം മാറ്റണ്ട എന്നുള്ളത്. പിന്നെ അടുത്ത് വെക്കുന്നറിയോ, ബുദ്ധിയില്ലാത്ത, അതായത് മണ്ടത്തരം കാണിക്കില്ലേ ആരെങ്കിലും. ഇപ്പോൾ കിച്ചുവിനെ പോലെ ഇടയ്ക്ക് ഇപ്പോൾ കിച്ചു പോലെ മണ്ടത്തരങ്ങൾ കാണിക്കണമെന്ന് പറയാ, പൊലം കെട്ടവനേ പറയും. അതായത് ഇടാ പൊലം കെട്ടവനേ എനിക്ക് തോന്നുന്നു അറിയില്ലടാ കുഞ്ചാ പറയും. ഇതാണ് പാലക്കാടൻ ഭാഷയിൽ പറയാ. പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട്. നമ്മളെ വല്ല പശുവിനെ എന്താണെന്നറിയോ പറയാ, ഉമ്പയല്ല. അത് നമ്മൾ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ഉമ്പാണ്ട ഉമ്പ ഇവിടെ ഏതൊക്കെ ചോദിക്കും. ഉമ്പയല്ല, ശരിക്കും പറയാ മാട്. മാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു. വേറെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് കസിനിയൻ, അവനിങ്ങനെ അനിയത്തി എടുത്ത് പറയും ഉണ്ണി മാട് കണ്ടോ, ഉണ്ണി മാട് കണ്ടോ ആണ്. അപ്പോൾ പശുവിനെ പറയുന്നതാണ് മാട് എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പറയണത് എന്താ പറയുക, പപ്പായന് എന്താ പറയാ, പേരയ്ക്ക. അയ്യോ തെറ്റിപ്പോയി. പപ്പായനെ പറയുന്നത് പപ്പാളി. പപ്പാളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായന് പേരയ്ക്കല്ല, പപ്പായന് പപ്പാളിങ്ങ എന്നാ പറയാ. പപ്പാളിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ എന്നാണ് കേട്ടോ പാലക്കാട് പറയാ. ചിലവരതിന് ഓമക്കായി എന്ന് പറയുന്നത്. അവിടെ അച്ഛമ്മ പറഞ്ഞതെന്നാണ്. ചിലവരതിന് ഓമക്കായി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പേരയ്ക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത്. പേരയ്ക്കിന് എന്താ പറയാ, എന്താ പറയാ, കേട്ടിട്ടുണ്ടോ നീ? നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ മാമൻ പറയില്ലേ, പറിച്ചാണോ ചോദിക്കില്ലേ, കൊയ്യാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരയ്ക്കിനാണ്. നമ്മൾ ടെൻഷൻ അടിക്കണം. അത് ഓൾമോസ്റ്റ് എല്ലാ പാലക്കാട്ടുകാരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പാലക്കാട് ആ വാക്കില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ദിവസം പോലും കടന്നുപോയില്ല എന്ന് പറയാം. അതായത് മണ്ട കഴിയണോന്ന് മാമൻ പറയാൻ കേട്ടിട്ടില്ല. അതായത് ടെൻഷൻ അടിച്ചിട്ട് വയ്യ, ടെൻഷനാണെന്ന് പറഞ്ഞു എനിക്ക് മണ്ട കഴിഞ്ഞിട്ടാന്ന് പറയും. പിന്നെ അതുപോലെ വൈകുന്നേരത്തിന് എന്താ പറയാന്നറിയോ, മോന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം മോന്തിക്ക് പുറത്തൊന്നും പോകണ്ടേട്ടാ ഉണ്ണിയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് പുറത്തൊന്നും പോകാൻ പാടില്ല. പിന്നെ മോന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം. പിന്നെ അതുപോലെ തന്നെ വരുന്നത് കുറേ ഉണ്ട് കേട്ടോ, കുറേ വാക്കുകളുണ്ട് അതുപോലെ തന്നെ. പിന്നെ പെൺകുട്ടികൾ എന്താ പറയുന്നറിയോ, പെൺകുട്ടികളെ എന്താ പറയുന്നത് വെച്ചാൽ പെട്ടമക്കള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള, അത് കുടുംബ ജീവിതം എന്ന് പറയണതിനെ കുടിയപ്പാട്. മകനെ നീ കുടിയപ്പാട്ട് പോകണ്ട. കുടിയല്ല കുടിയപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിനാണ് നമ്മൾ കുടിയപ്പാട് എന്ന് പറയാം. പാലക്കാട് എല്ലാം ഒരു വൈബാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പാലക്കാട് ബോർഡർ എത്തുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഭാഷ ഇങ്ങനെ നമുക്ക് കയറി വരും എന്നുള്ളതാണ്. അങ്ങനെ വരാറില്ല, പക്ഷെ എനിക്ക് സ്വാഭാവികമായിട്ട് വരും. അതന്നെ, അതുകൊണ്ട് എനിക്ക് എന്തായാലും വരും. പിന്നെ പ്രത്യേകിച്ച് പാലക്കാട് നമ്മുടെ ആളുകളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ എന്തായാലും നമ്മുടെ ഭാഷകൾ വന്നു പോകും. പക്ഷെ പക്കാ പാലക്കാട് അങ്ങനെയാണ്. കുഞ്ചാ എവിടേക്കാ പോണു കുഞ്ചാ, മോന്തിക്ക് വെളിയിലൊന്നും ഇറങ്ങണ്ടട്ടാ അങ്ങനെ പറയാം. പിന്നെ അപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ലാംഗ്വേജിൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.